ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ചായപലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പഫ്സിനേക്കാളും രുചിയിൽ എന്നാലും പഫ്സിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ചായപലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അര കപ്പ് പാൽ ഇളം ചൂട് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് പഞ്ചസാരയും 1 ടീസ്പൂണ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പാലിൻ്റെയും ഈസ്റ്റിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റായിട്ടല്ല കേട്ടോ കുഴക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പം 3 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഇതുപോലെ ഇങ്ങനെ വാടി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടി പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും 1/4 ടീസ്പൂണ് മസാലപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 2 മണിക്കൂർ ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പീസാക്കാം. ഇതുപോലെ 2 എണ്ണം ഒരേപോലത്തെ ബോളാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ആദ്യത്തേത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് ലൂസായിട്ട് കുഴച്ചത് കൊണ്ട് ഇതുപോലെ നമുക്ക് വേഗം തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തിയതിന് ശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ആ പാത്രത്തിന് കണക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു സൈസിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെതാണെങ്കിൽ നല്ലതാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ 1 സ്പൂൺ ഒഴിച്ചിട്ട് ചുറ്റിച്ചതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാവ് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഫില്ലിങ് ഇതുപോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൈഡിലായിട്ട് കുറച്ച് സ്പേസ് വിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. 2 മുട്ടയാണ് ഞാൻ എടുത്തത്. ഒരു മുട്ട 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ബാലൻസ് വെച്ച മാവില്ലേ, അതും നമ്മൾ നേരത്തെ പരത്തിയ പോലെ തന്നെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഇത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് അത് നല്ലോണം ലോക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. ആ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ വേറൊരു സോസ് പാനിലാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പം നമ്മൾ ഇനി മറ്റേ സൈഡും നേരത്തെ ചെയ്ത പോലെ തന്നെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഒരുപാട് സമയം മാവ് പരത്തി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉള്ളിലെ ഫില്ലിങ് പഫ്സിൻ്റെ എല്ലാം ടേസ്റ്റാണ്. അതേപോലെ തന്നെ പുറത്തെ മാവ് നമുക്ക് ആ ഒരു ബന്നിൻ്റെ എല്ലാം ടേസ്റ്റും അങ്ങനെ രണ്ടും കൂടി മിക്സ് ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്.